കഴിഞ്ഞ ബോർഡ് ശ്രീ പ്രശാന്തിൻ്റെ പ്രസിഡൻഷിപ്പിലുള്ള ബോർഡ് ഇത് എനിക്ക് തോന്നുന്നത് ഈ IIICയുമായിട്ട് MOU ഒപ്പിട്ടതിന് ശേഷവും ആ എമൗണ്ട് 4.99 കോടി രൂപയായി ഇതിൻ്റെ ചെലവുകൾ നിജപ്പെടുത്തണം എന്ന് അന്നത്തെ ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. ബോർഡല്ല, അന്ന് ഒരു മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതുകൊണ്ട് 4.99 കോടിയിൽ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് ഞങ്ങൾ അവിടെ വെച്ച് അതിൽ നിലനിർത്തും, അതിൽ നിജപ്പെടുത്തും. ദേവസ്വം ബോർഡ് അഡ്വാൻസ് നൽകിയ 3 കോടി രൂപ തിരിച്ചു വന്ന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ച പലയിടത്തുനിന്നും സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. ഇനി കിട്ടാനുള്ളത് അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപയാണ്. അത് കിട്ടും. അതിൻ്റെ GST അടച്ചു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെ തിരിച്ചു കിട്ടും. അത് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നാൽ തന്നെ 4 കോടിയോളം രൂപ അല്ലെങ്കിൽ 3 കോടി 85 ലക്ഷം രൂപയാണ് അദാനിയുടേത് ഉൾപ്പെടെ ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പിൽ കിട്ടുക. ചില സ്പോൺസേഴ്സൊക്കെ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു, അവർ വേണ്ടത്ര പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴും ഇനി ഒരു 99 ലക്ഷം രൂപ, ഏതാണ്ട് 1 കോടി രൂപ ഇപ്പോഴും ഒരു ഷോർട്ടേജ് ഉണ്ട് ഇത് വന്നതിന് ശേഷം. ഇനി ഒരു കാരണവശാലും ബോർഡിൻ്റെ ഫണ്ട് ഇതൊക്കെ ആണെങ്കിലും ബോർഡിൻ്റെ ഫണ്ട് ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല എന്ന് കോടതിയിൽ കൊടുത്ത വാക്ക് പാലിക്കും. ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. 3.85 crores. അല്ല, അതായത് വന്നുകൊണ്ടേയിരിക്കുന്നു. വരും, അവർ വരും, അത് വരുന്ന ഉറപ്പായിട്ടുണ്ട്. 385 കോടി രൂപ നമുക്കങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടി. നമ്മളിപ്പോൾ കൊടുത്തു തീർക്കേണ്ട 499. കേരള ബാങ്കിന്റെ 85 ലക്ഷം രൂപ അത് GST കൊടുത്തോണ്ട് 1 കോടിയിൽ അവർ GST കൊടുത്തിട്ട് 85 കിട്ടിയുള്ളൂ. അപ്പോൾ 1.85 അദാനിയുടെ 1. അപ്പോൾ അങ്ങനെ 2.85 അല്ല 3.85 നമുക്ക് സ്പോൺസർഷിപ്പ് വഴി വരുന്നത്. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 499 നമ്മൾ നിജപ്പെടുത്തുമ്പോൾ കൊടുത്തു തീർക്കാൻ ഇനിയും 1 കോടി 15 ലക്ഷം രൂപ 1 കോടി 15 ലക്ഷം രൂപ ഇനിയും ഉണ്ട്. അപ്പോൾ ബോർഡിൻ്റെ പൈസ ഏതായാലും എടുക്കുകയുമില്ല. ഫൈനൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് കോടതി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പുതിയ റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ടും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടും ഈ ടാസ്ക് ഫോഴ്സിന്റെ സഹായത്തോടുകൂടി 26-ാം തീയതി കോടതിയിൽ സമർപ്പിക്കും. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും. പല സ്പോൺസേഴ്സും ഒക്കെ നേരത്തെയൊക്കെ വാഗ്ദാനമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പൈസ ആയാലും എടുക്കില്ല. വാഗ്ദാനമുണ്ടല്ലോ. അല്ല, 27-ാം നമ്മൾ റിവൈസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. അഫിഡവിറ്റും 27-ന് കോടതിയിലാണ്. 26-ന് സബ്മിറ്റ് ചെയ്യണം. 27-നാണ് മൊത്തം ചെലവായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് ചെലവ്. ആക്ച്വലി അവർക്ക് അതിൽ കൂടുതൽ ചെലവായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. 7 കോടി 11 ലക്ഷം രൂപ അവർ ചോദിക്കുന്നു. ആ 7 കോടി 11 ലക്ഷം രൂപ ചോദിക്കുന്നവരോട് 4 കോടി 99 ലക്ഷം രൂപയെ തരികയുള്ളൂ എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അവരത് യെസ് പറഞ്ഞു? അവർ യെസ് പറഞ്ഞിട്ടില്ല, പക്ഷെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണ് അവരുടെ റിപ്ലൈ? സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമം വരുമല്ലോ. അവരിനിയും അവർക്ക് കൊടുക്കാനുള്ള ആളുകളോടൊക്കെ അവർ നെഗോഷിയേറ്റ് ചെയ്യുകയോ ഓടിത്തറേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ക്രെഡിറ്റേഴ്സുമായിട്ട് അവർ പിന്നെ ആശയവിനിമയം നടത്തും എന്നാണ് ഞങ്ങൾ വിഷയം കോടതിയിലേക്ക് പോകും എന്നാണ്. സ്വാഭാവികമായിട്ട് അവർ അത്ര കോടി രൂപ അത്തരത്തിലുള്ള സമ്മതിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഞങ്ങൾ ഇത്രയും തരുള്ളൂ എന്നുള്ള അവർക്ക് അറിയാം. അവർക്ക് സമ്മതിക്കാതെ നിവർത്തിയില്ലല്ലോ.